എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അവിടെ മാനേജ്മെന്റ് വേറൊരു മിസ്സായിരുന്നു എടുത്തത്. ഓക്കെ. അപ്പൊ മിസ് ഇപ്പൊ ഇവിടെ എടുത്തത് ഒന്ന് പറയണേ, ഞങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ സബ്ജക്റ്റാ പറഞ്ഞത്? ദ ഹോസ്പിറ്റൽ ഫസ്റ്റ് സബ്ജക്ട്. ഓക്കെ. അതെപ്പോഴാ കഴിഞ്ഞത്? അത് ഒരു ഏപ്രിൽ പകുതിയാവുമ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ചാപ്റ്റർ ആയിരുന്നു ആ സബ്ജക്റ്റില്. ഓക്കെ, ഹോസ്പിറ്റൽ 2 ചാപ്റ്റർ. പിന്നെ അതിനുശേഷം മാനേജ്മെന്റ്. മാനേജ്മെന്റ് അത് മിസ് തന്നെ എടുത്തു അല്ലേ? ഞാൻ തന്നെ എടുത്തത്. ഓക്കെ. അത് എത്ര ചാപ്റ്റർ ഉണ്ടായത്? അതിൽ 6 ചാപ്റ്റേഴ്സ്. അത് എന്താണ് അതിന്റെ അവസ്ഥ? അതിപ്പോ ഈ മൺഡേ കംപ്ലീറ്റ് ആയി. ഓക്കെ. നെക്സ്റ്റ് പിന്നെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്. ഓക്കെ. അതില് അതെന്താ അവസ്ഥ? 6 എത്ര ചാപ്റ്റർ ഉണ്ട്? ചാപ്റ്റേഴ്സ്. അതെന്താ അവസ്ഥ? അതിപ്പോ ഞാൻ മൺഡേ തുടങ്ങി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഫങ്ഷണൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ. പിന്നെ ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് ആൻഡ് നഴ്സിംഗ് സർവീസസ്. അതെങ്ങനെയാണ്, എന്താ ചെയ്യാ? അതിൽ 3 ചാപ്റ്റേഴ്സാ ഉള്ളത്. ഓക്കെ. അതിൽ ഞാൻ മുൻപ് പഠിപ്പിച്ച സ്ഥലത്ത് 2 ചാപ്റ്റർ ഞാനും 1 ചാപ്റ്ററിൽ MLT പഠിപ്പിക്കുന്ന ഒരു മിസ് ആയിരുന്നു എടുത്തത്. ഓക്കെ. ഇത് മിസ് എടുക്കാനുള്ള ടൈം കിട്ടുമോ മിസ്സിന്? അതിപ്പോ സാർ എനിക്ക് ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയി ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ഈ ആഴ്ചയിൽ 2 മിസ് അങ്ങനെ കൊടുത്താൽ ദിവസമുള്ളത്. മതി. എന്നിട്ട് കുട്ടികളൊക്കെ സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞിട്ട് ധന്യ മിസ്സിന് കുറച്ച് ക്ലാസ് കൂടുതൽ കൊടുത്തിട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ ധന്യ മിസ് മിസ് കുട്ടികളുടെ സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞിട്ട് ധന്യ മിസ്സിന് എന്താക്കിയാൽ മതി, ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ധന്യ മിസ് അത് കഴിഞ്ഞ് ഏതാ വരുന്നേ? ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ്. ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ് അതോ? അതില് 6 ചാപ്റ്റേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് 6 സബ്ജക്റ്റ് ആയിരുന്നു. 6 സബ്ജക്ട്. ഇത് 6ഉം എക്സാം നടത്തുന്നതല്ലേ നിങ്ങള് അവിടെ? അതെ. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് വേണ്ടേ നമുക്ക് ഇതില്? ഇംഗ്ലീഷിന് എക്സാം ആയിട്ട് ഉണ്ടാവലില്ല. ഇല്ല അല്ലേ? നമ്മള് എസ്സേ മാത്രമേ എക്സാം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ. ഇംഗ്ലീഷാണ് ഇപ്പൊ ഗ്രാമർ പോർഷൻ ആണ് പോകുന്നത്. ഗ്രാമർ പോർഷനാണ് പോകുന്നത് അല്ലേ? കുട്ടികള് പിന്നെ എങ്ങനെയാണ് തായറ മിസ് ഫീഡ്ബാക്കില് ഓക്കെ അല്ലേ? കുട്ടികൾ സാറ്റിസ്ഫൈഡ് അല്ലേ ഇപ്പൊ നിലവിൽ? ലൈവായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ നല്ല ഫീഡ്ബാക്കാണ് പറയുന്നത്. ഓക്കെ. മറ്റവരെന്തുകൊണ്ട് പിന്നെ ജോയിൻ ചെയ്യാത്തത് എന്താ കാരണം? മറ്റുള്ള കുട്ടികൾ ഞാൻ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഇതിലേക്ക് ജോയിൻ ആയത്. ആ സമയത്ത് ഞാൻ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു. ആ സമയത്ത് എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുകൊണ്ട് അവര് ലൈവിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നില്ല എന്നറിയില്ല. ധന്യ മിസ്, നമുക്ക് ഇവര് ഇന്റേൺഷിപ്പ് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം കൊടുക്കണോ ഇന്റേൺഷിപ്പ് പെട്ടെന്ന് തന്നെ? ക്ലാസ് കഴിഞ്ഞിട്ടാവും നല്ലത്. ഇപ്പൊ അവർക്ക് വൈകുന്നേരം അല്ലേ ക്ലാസ്, അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ലേ? അപ്പൊ നമുക്ക് ഇന്റേൺഷിപ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സെപ്റ്റംബർ 15 മുതൽ ഇന്റേൺഷിപ്പ് എന്ന് ഇപ്പോഴത്തെ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാലേ അതിന്റെ അപ്പൊ മിസ് ഒന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 15 മുതൽ ഇന്റേൺഷിപ്പ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് കുട്ടികളെ ഇപ്പൊ അഡ്മിഷൻ എടുത്ത കുട്ടികളെ മാക്സിമം ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യാം നമുക്ക്. താഹിറ മിസ് ഇപ്പൊ നോട്ട് ചെയ്തോ? ധന്യ മിസ് പറഞ്ഞ സബ്ജക്ട്, അതായത് പിന്നെ എൻക്വയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഒരു ചോദിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോൾ സബ്ജക്റ്റുകൾ ചാപ്റ്റേഴ്സ് ഒക്കെ മാറും. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സർട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഏത് ടീമാണോ കൊടുക്കുന്നത് പിന്നെ എടുക്കാനുണ്ടെങ്കിലും ഏതെങ്കിലും പിന്നെ ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോൾ സബ്ജക്റ്റുകൾ മാറാം. ഇപ്പൊ നിലവില് നമ്മളിപ്പോ ഈ ഹോസ്പിറ്റൽ, അതുപോലെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെ ധന്യ, ഫങ്ഷണൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ, അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഓക്കെ. ഓക്കെ. പിന്നെ അതുപോലെ പിന്നെ വേറെന്താ മിസ് പറഞ്ഞ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് 3 ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് ക്ലിനിക്ക് ആൻഡ് സപ്പോർട്ടീവ് സർവീസസ്. ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസ് ആണ്. അത് താഹിറ മിസ് ധന്യ മിസ്സിനോട് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഏതൊക്കെയാണ് സബ്ജക്റ്റുകളുടെ പേരുകൾ ഇവിടെ വരുന്നത്. ഓക്കെ. സർട്ടിഫിക്കേഷൻ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് വരുന്നത് എങ്ങനെ ഫങ്ഷണൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ എത്ര ചാപ്റ്റേഴ്സാ വരുന്നത്? ദി ഹോസ്പിറ്റൽ എന്നുള്ളതിൽ 2 ചാപ്റ്ററാണ് പറഞ്ഞത് ധന്യ മിസ് പറഞ്ഞത്. അതല്ലല്ലോ, ഫങ്ഷണൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ 5 ചാപ്റ്റേഴ്സ്. 5 ചാപ്റ്റേഴ്സ്. എങ്ങനെ ഓക്കെ, 5 ചാപ്റ്റേഴ്സ് ആണ് ആ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. 7 ചാപ്റ്റർ വരുന്നുണ്ടോ? 5 ചാപ്റ്റർ ഫങ്ഷണൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ അണ്ടറിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെ. ഈ സംഭവം നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. HR മാനേജ്മെന്റിന്റെ ക്ലാസ് ഒന്നും ഇതിൽ വരുന്നില്ലല്ലോ. ഇല്ല. സാബിറ മിസ് നമുക്ക് HR മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 1-2 ടോപ്പിക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂലേ? അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ താഹിറ മിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HR മാനേജ്മെന്റ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? മാനേജ്മെന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗം നോക്കണം. അപ്പൊ HR മാനേജ്മെന്റിന്റെ ഒരു ഭാഗം എന്ത് ചെയ്താൽ മതി, ഒരു 2-3 ചാപ്റ്റർ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗം അവർക്ക് ആ സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. അതുപോലെ ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു HR മാനേജ്മെന്റ് അണ്ടറിലും ഇന്റേൺഷിപ്പ് വരുന്നുണ്ടോ എന്നുള്ളത്. ഇന്റേൺഷിപ്പ് നമുക്ക് ഇന്റേൺഷിപ്പ് നമുക്ക് നമ്മൾ ആ സമയത്ത് സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പൊ കുറച്ച് കുട്ടികളെ ഉള്ളൂ ഫസ്റ്റ് ബാച്ചില്. അതെ, ഒരാളാണ് ചോദിച്ചത്. ധന്യ മിസ് ഇപ്പൊ പോയി കഴിഞ്ഞാൽ എപ്പോ വരാൻ കഴിയും മിസ്സേ? സെപ്റ്റംബർ 10 ലീവ് കഴിഞ്ഞാലേ എപ്പോഴായിരിക്കും പിന്നെ വരിക? പിന്നെ ഒക്ടോബർ നവംബർ സമയത്ത് പറ്റുമായിരിക്കും. ഓക്കെ, മിസ് ഒന്ന് നോക്കിയിട്ട് അത് അറിയിക്കണേ. അറിയിക്കാം. ഓക്കെ. അതേപോലെ താഹിറ മിസ് നമുക്ക് പിന്നെ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് ഇവർക്ക് പിന്നെ AI-ന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ആശിം സാർ പറഞ്ഞല്ലോ. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു മിസ്സിനെ അവർക്ക് പിന്നെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട അതിന്റെ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് ആ മിസ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തോട്ടെ, കുട്ടികൾക്ക് ക്ലാസ് എടുത്തോട്ടെ. അപ്പൊ അത് പിന്നെ താഹിറ മിസ് ഒന്ന് നോക്കിയിട്ട് നമ്മുടെ തന്നെ ഇപ്പൊ നമ്മുടെ ഓഫീസിൽ പുതിയൊരു മിസ് വന്നിട്ടുണ്ട്, മിനി എന്ന് പറഞ്ഞിട്ട്. മിനി മിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സബ്ജക്ട് എടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ഇതിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇതൊക്കെ നേടിയതാണ്. അപ്പൊ അവര് പിന്നെ ഒന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് AI-ന്റെ ക്ലാസ് ഒന്ന് പിന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓൾറെഡി നമ്മുടെ ലസാരോ അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്ന മിസ്സാണ്. അതൊന്ന് ചെയ്യാം. അപ്പൊ നിലവിലെ ഈ അഞ്ച് സബ്ജക്റ്റിന്റെ എങ്ങനെ ട്രെയിനിങ് ആശിം സാറല്ല ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങള് പിന്നെ ഈ പഴയ ബാച്ചിന്റെ ധന്യ മിസ് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എൻഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 15 ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ 5 സബ്ജക്റ്റും കുട്ടികൾ എന്ത് ചെയ്യും, റെഡിയാക്കിയിടും. അല്ല ധന്യ മിസ്സേ? നമുക്ക് ഈ 5 എങ്ങനെ മിസ്സേ ക്ലാസ് നമുക്ക് ഡെയിലി കൊടുക്കാം. ഇംഗ്ലീഷിന്റെ ബുധനാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും ഈ ക്ലാസ് പോയിക്കോട്ടെ. മാക്സിമം ക്ലാസ് പോയിക്കോട്ടെ. കുട്ടികളൊന്നും എല്ലാവരും ജോയിൻ ചെയ്യണം. ധന്യ മിസ്സേ, കുട്ടികൾക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാറുണ്ടോ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട്? ക്ലാസ് ബുക്ക് അല്ല, ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇമ്പോർട്ടന്റ് പോർഷൻസ് വരുമ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ. നമുക്കത് PDF ഒന്ന് കൊടുത്താൽ ധന്യ മിസ് ഒന്ന് ഫ്രീ ആണെങ്കിലേ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പിന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് PDF ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കായിരുന്നു. അതിന് സംവിധാനം ഉണ്ടോ മിസ്? ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തളിപ്പറമ്പിൽ വരുന്ന ദിവസം ഒന്ന് തരാൻ കഴിയാം. PDF ആക്കി കൊടുക്കാമല്ലോ നമുക്ക്. ഞാൻ പറയാം. ഒന്ന് മിസ് പറഞ്ഞാൽ മതി എപ്പോഴാണ് നോക്കിയിട്ട്. ഞാൻ ഏതെങ്കിലും ഒരു മിസ്സിനെ അങ്ങോട്ടേക്ക് വിടാം, ഒരു ടീച്ചറെ വിടാം. അല്ലെങ്കിൽ നിങ്ങൾ PDF ആക്കി കൊടുക്കാൻ പറ്റും. കാരണം കുട്ടികൾക്ക് നോട്ട്സിനപ്പുറം പഠിച്ചിട്ട് പരീക്ഷ എഴുതണം എന്നുള്ള താല്പര്യമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പൊ PDF നോക്കി പഠിച്ചോട്ടെ. PDF ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട്. ഓക്കെ. വേറെന്താണ് താഹിറ മിസ് പറയാനുള്ളത്? വേറെ നമുക്ക് ഈ പഴയ ബാച്ചിലെ കുട്ടികൾക്കും ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ? പഴയ ബാച്ചിനും കൊടുക്കുന്നുണ്ട്.
അതാ എക്സാം ഞാൻ ഏത് പറഞ്ഞത്. അത് സമയത്താ ഒന്ന് ഇന്നത്തെ മീറ്റിംഗിന് ശേഷം എക്സാം ഉള്ള എക്സാം ഇപ്പൊ അവരോട് നമ്മൾ എത്ര മാസത്തെ കോഴ്സാ പറഞ്ഞത് ഡ്യൂറേഷൻ? 6 മന്ത് എന്നാ പറഞ്ഞത്. അപ്പൊ മാർച്ചിൽ തുടങ്ങിയെന്നല്ലേ എനിക്ക് പറഞ്ഞത്. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം നടത്തേണ്ടി വരും. അപ്പോഴേക്ക് പോർഷൻ കഴിയോ? സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും എക്സാം ഉണ്ടാവുക ഏകദേശം. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട്. ഇന്റേൺഷിപ്പ് ഈ എത്ര ഇന്റേൺഷിപ്പ് എത്ര അവിടെ അവരുടെ ഇന്റേൺഷിപ്പ് എത്ര മാസം കൊടുക്കുന്നത് നെംസെ? അവര് 3 മാസം. 3 മന്ത്സ് കൊടുക്കുന്നുണ്ട്. ഈ 6 മാസത്തിന് പുറമെ അല്ലെ? ആ അവര് 1 വർഷത്തെ കോഴ്സായിരുന്നു. ഒരു ഇപ്പൊ വർഷത്തെ ഈ കോഴ്സ്. പിന്നെ നമുക്ക് 6 അങ്ങനെയാണെങ്കിൽ മാസം 3 മാസം നമുക്ക് 1 ഇന്റേൺഷിപ്പ് മന്ത് കഴിഞ്ഞിട്ടാണ് അല്ല നമുക്ക് 1 മന്ത് ഇന്റേൺഷിപ്പ് കൊടുത്താൽ മതിയാവൂലേ നെംസെ? 1 മന്ത് എന്നാണ് നമ്മളെ റൈറ്റപ്പിലൊക്കെ ഉള്ളത്. അല്ലേ? ഈ നമ്മൾ സെൽഫ് പറയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. 1 മാസം മതിയോ അതിൽ കൂടുതലോ വേണ്ടേ, അതിലെ വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. 3 മന്ത്സ് വേണമെന്നാ പറയുന്നത്. 1 മാസം മതിയോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ലെറ്റർ കൊടുക്കാം. ആ ലെറ്റർ എടുത്തിട്ട് പിന്നെ ഇവര് അവിടെ അവരുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തട്ടെ. ഓക്കെ, അതെ. ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയിട്ട് അവർക്ക് അവിടെ ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അവരവരുടെ നാട്ടിൽ തന്നെ ട്രെയിനിങ് ചെയ്യട്ടെ. അല്ലാത്തവര് ഞങ്ങൾ പറയുന്ന ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വടകര പറഞ്ഞല്ലോ അന്ന്. ഇപ്പൊ വടകരയിലൊക്കെ ഇപ്പൊ ആളെ വേണം, വേക്കൻസി തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ആളെ അയക്കാൻ കഴിഞ്ഞില്ല ഹോസ്പിറ്റലിൽ. അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകള് പിന്നെ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ കണ്ണൂരൊക്കെ ഇപ്പൊ ഓൾറെഡി ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കുട്ടികളുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ഹോസ്റ്റലിൽ വന്ന് നിന്നിട്ട് ഇവര് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ കുട്ടികളോട് പറയേണ്ടത് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ 6 കുട്ടികളല്ലേ ഉള്ളൂ, ഞങ്ങൾ ലെറ്റർ തരും. ആ ലെറ്റർ പിന്നെ എടുത്തിട്ട് എന്ത് ചെയ്യാം, പോവാം. എന്നിട്ട് അവർ അതിലങ്ങനെ ഉണ്ടാവാം, ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്, കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന കൂടെ ഇപ്പൊ ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റേൺഷിപ്പ് ആവശ്യമായിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് അപേക്ഷിക്കുന്നുള്ള ഇതൊരു അപേക്ഷയായിരിക്കും. അതെടുത്തിട്ട് ആ ഹോസ്പിറ്റലിൽ എങ്ങനെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുകയാണോ ചെയ്യാ? ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കും ഇന്റേൺഷിപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ട്. തന്നെ നിങ്ങളുടെ അവിടെ ആ രീതിയിലാണോ ഇന്റേൺഷിപ്പ് ഉണ്ടാവുന്നത്? ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങും. ആ ആ. ലെറ്ററും കൊണ്ട് നമ്മൾ ഏതാ ഹോസ്പിറ്റലുമായി എന്തെങ്കിലും സംസാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യും. അവര് ലാസ്റ്റ് ഇറങ്ങുന്ന സർട്ടിഫിക്കറ്റ് സമയത്ത് ഒരു ഇത് ഇന്റേൺഷിപ്പ് ചെയ്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. അവർ തരൂലേ? ആ ഹോസ്പിറ്റലായിട്ടാണ് ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ നമ്മൾ മറ്റൊന്ന് മുമ്പ് ചെയ്യുന്നത്, ഈ ഹോസ്പിറ്റലിൽ ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെ പിന്നെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് ഇവരെ ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളൊക്കെ ഒരു റെക്കോർഡ് നമ്മൾ കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇത് ചെക്ക് ചെയ്ത് അതിനൊരു മാർക്ക് ഇട്ട് തരുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഇവിടെ ഉണ്ടോ തന്നെ മിസ്സേ? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കുട്ടിന്റെ ഒരു പിന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇവർ വരുന്ന ഡിസിപ്ലിൻ, ഇവരെ കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ ഇടപെടലുകൾ, കാര്യങ്ങളൊക്കെ ഓരോന്നിലും 10 മാർക്ക് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ കുട്ടീനെ ഒന്ന് ജസ്റ്റ് വാല്യുവേഷൻ നടത്തിയിട്ട് ഇത്ര മാർക്ക് ഇട്ടുവന്ന് അതിന്റെ കൂടെ നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇന്ന കുട്ടി ഇവിടെ ഇത്ര മുതൽ ഇത്ര വരെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പിൽ, ആ സമയത്ത് നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള രീതിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ട് അവർ അപ്പം അവരുടെ പേരും മറ്റുള്ള കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് സീലും സൈനും മാത്രം ഹോസ്പിറ്റൽ അധികാരി ചെയ്താൽ മതി. അങ്ങനെ തന്നെ ആയിരിക്കും തന്നെ മിസ്റ്റർ നിങ്ങളും ചെയ്യുന്നത്, അവിടെയും ചെയ്യുന്നത്? അവർക്ക് അങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ ഇല്ല. അവരെ പേര് വെച്ച് ഡീറ്റെയിൽ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ച് ഒരു ലെറ്റർ ഇവിടുന്ന് കൊടുക്കും ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി. കൊടുക്കാൻ അത് വേണ്ടി. മാത്രമേ ഉള്ളൂ. ഓക്കെ. സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അല്ലേ വരിക നിങ്ങളുടെ അതില്? പിന്നെ ഒരു സർട്ടിഫിക്കറ്റും ഒരു മാർക്ക് ലിസ്റ്റും അല്ലേ വരുന്നത് അതെ. നെറ്റിൻ്റെത്? പിന്നെ അതിന്റെ ക്ലാസ് ഡൈനാമിക്സ് കൊടുത്തിട്ടുണ്ടോ മുമ്പ്? ഇല്ല. ഇല്ല. അത് നമുക്ക് ആശം സാറിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഡ്യൂറേഷൻ എത്ര ഉണ്ടാവും? ഏതിന്റെ ക്ലാസ്സുകൾ കുറെ ഉണ്ടാവോ? ഏതിന്റെ ക്ലാസ് ചെറിയ ക്ലാസ്സേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് ഉണ്ടാവില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ഈ പഴയ ബാച്ചിന് കൊടുക്കണം നിർബന്ധമുണ്ടോ? കുട്ടികൾ ചോദിക്കുന്നുണ്ടോ മിസ്സാ? ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബാച്ചിന് കൊടുത്താലും മതി. നിങ്ങൾ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏതിന്റെ ക്ലാസ് കൊടുക്കാന്നുള്ളത്. ഏതിന്റെ ക്ലാസ് കൊടുക്കാറുണ്ട്? ആവശ്യം എന്താ? ഒരു മിനിറ്റ് വെച്ചേ. ഡൈനാമിക്സ് ഏതിന്റെ ക്ലാസ് ഇതൊന്ന് ഡീറ്റെയിൽ പറയാമോ അതിന്റെ ക്ലാസ്സിനെ കുറിച്ച്?
ക്ലാസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല മിസ്. അപ്പോ അതെങ്ങനെയാന്ന് അറിയില്ല. ഹാഷിം സാറായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞത്. ആണോ? ഇതിന് എന്താന്ന് സംഭവം എന്താന്ന് മനസ്സിലാവുന്നില്ല അത്. ആ ഹാഷിം സാർ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ, കയറാൻ പറ്റുമോ? ആ മിസ്സെ പറഞ്ഞോ, സ്റ്റക്ക് ആയിട്ടുണ്ട് അതിനോട്. തായറ മിസ്സേ ഹാഷിം സാറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. ആ സാർ ഓക്കെ ഓക്കെ. കിട്ടുന്നില്ല. കിട്ടുന്നില്ല. എന്റെ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ശരി. എന്താണ് സാധ്യത മിസ്സെ പുതിയ ബാച്ച്? പിന്നെ MTTC ഒക്കെ ഇപ്പൊ എന്താണ് നിലവിൽ പോകുന്നില്ല, നന്നായിട്ട് പോകുന്നില്ല MTTC ഓ PPT? അതൊന്നും കുഴപ്പമില്ലല്ലോ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സാറ്റർഡേസ് അതിന് വിഷയം. ഇപ്രാവശ്യം ഈ മാസം സാറ്റർഡേസ് ഇല്ല. സാറ്റർഡേ ആകുമ്പോഴേ മക്കൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ആരെങ്കിലും ഒക്കെ വരുമ്പോ അപ്പൊ നൈറ്റില് എവിടെ പോവാന്നൊക്കെ പറഞ്ഞ് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാവും ക്ലാസ്. ഇപ്രാവശ്യം പിന്നെ ഇല്ല. അതെ, നിങ്ങൾ നേരത്തെ പിന്നെ പറയുമ്പോ നമുക്ക് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ അതെ DH അതെ. നമുക്കൊന്ന് സെറ്റ് പിന്നെ ആക്കി മിസ്സേ, എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ താഹിറാമിന് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുമല്ലോ നിലവില്. ഐഡിയ വന്നിട്ട്, പക്ഷേ AI ക്ലാസ് എന്താന്ന് ഐഡിയ വരാത്തത്. AI ക്ലാസ് ഒന്നുമില്ല, അത് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയിട്ട് ഇവർ കുറച്ച് അതിന്റെ സോഫ്റ്റ്വെയർ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് അപ്പൊ നിർബന്ധമൊന്നുമില്ല. അത് എങ്ങനെ? കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റിമുലി സോഫ്റ്റ്വെയർ നിർബന്ധമായിരിക്കില്ല അപ്പൊ അവർക്ക്. കൊടുക്കുന്നുണ്ടോ? ഇല്ല മൊബൈലിൽ ചെയ്താൽ മതി ജസ്റ്റ്. ഈ സ്റ്റിമുലി സോഫ്റ്റ്വെയർ ഇല്ലേ ഹോസ്പിറ്റലിൽ യൂസ് ആ മിസ് ചെയ്യുന്ന താജിറ മിസ്സിന്റെ സാറ്? വോയിസ് ക്ലിയർ ഇല്ല കേട്ടോ. വോയിസ് ചെക്ക് ആവുന്നുണ്ട്. എന്റെ ക്ലിയർ ഇല്ല. ഇപ്പൊ റെഡി പറഞ്ഞു. ആ. റേഞ്ച് ഇഷ്യൂ ഈ വരുന്നുണ്ട്. ഹോസ്പിറ്റലിലെ സ്റ്റിമുലി എന്ന സോഫ്റ്റ്വെയർ ഇല്ലേ, ആ അത് അത് ഇത് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ടോ? ആ ആ. അത് കൊടുത്താൽ നല്ലതല്ലേ? അതിന്റെ കൂടെ അത് കൊടുത്താൽ നല്ലതാണ്. അതാണ് വേണ്ടത്. കാരണം എവിടെ പോയാലും ആ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ അത് ഓരോ ഹോസ്പിറ്റലും അത് ഡിഫറെന്റ് ആയിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. താരം താഹിറ എന്താ പറഞ്ഞ? മിസ്സേ, സ്റ്റിമുലി എന്താ സോഫ്റ്റ്വെയറിന്റെ പേര് പറഞ്ഞത്? സ്റ്റിമുലി അല്ലേ? ധന്യ മിസ്സേ, ധന്യ മിസ് ചെയ്തിട്ടുണ്ടോ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്? ഇല്ല. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതില്. അത് ഞാൻ എന്ത് ചെയ്യാം, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും AI ഉൾപ്പെടുത്തിയിട്ട് ഒരു മിസ്സിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞത്. ആ. സാബിറ മിസ് എടുക്കുമെങ്കിൽ സാബിറ മിസ്സിന് ഞാൻ അതിന്റെ ടീമുമായിട്ട് മുട്ടിക്ക് അവര് ട്രെയിനിങ് തരും. മിസ് കൈകാര്യം ചെയ്യുമെങ്കിൽ ട്രെയിനിങ് തന്നാ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ എന്താ താഹിറ മിസ്സെ അവരെ എന്താക്കി ഇവരായിട്ട് പോയി കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അങ്ങനെ പഴയ ബാച്ചിൽ ഇപ്പം റണ്ണിങ് ബാച്ചിലെ കുട്ടിയൊക്കെ പെട്ടെന്ന് സെറ്റ് ആക്കണം. അവർക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവർ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ആക്റ്റീവ് അല്ലേ ആ ബാച്ച്?
ഇതില് 1-2 കുട്ടികൾ ആക്റ്റീവാണ്, അവരാണ് ചോദിക്കുന്നത് സോഫ്റ്റ്വെയർ ക്ലാസ് തരാം സാർ ഒന്ന് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ അത് നമുക്ക് കൊടുക്കണം. അത് കൊടുത്താലല്ലേ സാബിറംസ്, അത് കൊടുത്താലേ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കുട്ടികൾ പുറത്തു പോയി കഴിഞ്ഞാൽ അവരോട് ആദ്യം ചോദിക്കുന്നത് സ്റ്റിമുലി സോഫ്റ്റ്വെയർ അറിയോ, പിന്നെ അത് പഠിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് ഹോസ്പിറ്റലിൽ ഈ HR കയറാൻ പറ്റുള്ളൂ. കാരണം ആ ഓക്കെ ഒരു അപ്പൊ സോഫ്റ്റ്വെയർ ഓരോ ഹോസ്പിറ്റലിനും സെപ്പറേറ്റ് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പൊ ഡിസൈൻ അങ്ങനെയാണെങ്കിൽ ഈ താഹിറ മിസ് ഒരു കാര്യം ചെയ്യ്, ഇവരെ എന്ത് ചെയ്യുക, സാബിറ മിസ്സിനെ കണക്ട് ചെയ്തിട്ട് സാബിറ മിസ് ആ സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് അവരുടെ സെറ്റ് ആയിട്ട് ഒന്ന് കുട്ടികളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ. ആഡ് ചെയ്യാം. ഓ ആഡ് ചെയ്യാം. അത് അപ്പൊ നമുക്ക് നോർമൽ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ അതിൽ സ്റ്റിമുലി മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ചില ടീം വേറെ ഏതെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിന് വേറെ പേരിട്ടിട്ട് അവരുടെ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ചോദിച്ചാൽ മതി. ഇതിൽ ചെയ്യുന്ന ടീം തന്നെ അവർ ട്രെയിനിങ് തന്നാൽ മതിയല്ലോ, അതിന് അവര് തന്നെ സർട്ടിഫിക്കറ്റും കൊടുക്കും, ഈ ടീം തന്നെ. ഈ സോഫ്റ്റ്വെയറിന് സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റും വേണം. കാരണം അതിനൊരു വാല്യൂ, ഒരു ഇന്ന ടീം ഇന്ന ടെക് ടീമാണ് അത് കൊടുത്തതെന്നുള്ളത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിരിഞ്ഞൂടെ ഇന്നത്തെ മീറ്റിംഗ്? താഹിറ മിസ്സിന് ഓക്കെ ആയില്ലേ? ഓക്കെ സാർ. അപ്പൊ സാർ ഈ ട്രെയിനിങ്ങിന്റെ കാര്യം ഒന്ന് പറയും. ട്രെയിനിങ്ങിന്റെ കാര്യം ഞാൻ എന്താക്കാം, ഞാൻ നമ്പർ തരാം. ഒന്ന് സാബിറ മിസ് ഞാനുമായിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് സാബിറ മിസ് നെക്സ്റ്റ് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാലുള്ള ഒരു ഡേറ്റ് ക്ലാസ് തുടങ്ങും. അത്രേ ഉള്ളൂ. 2-3 ദിവസമേ സാബിറ മിസ് അതിന്റെ ട്രെയിനിങ് വേണ്ടി വരുള്ളൂ. അപ്പൊ എന്നോട് ഒരു കുട്ടിക്ക് പിന്നെ 3500 രൂപ വെച്ചിട്ട് കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞത്. 10 സ്റ്റുഡൻസിന് മിനിമം വേണം. ഒരു 35,000 അവിടെ അടച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ ക്ലാസ് നമ്മളൊരു ടീച്ചർക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് ചെയ്ത് കൊടുക്കും. ആ ടീച്ചറെ കൊണ്ട് അവർക്ക് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തതിനു ശേഷം സാബിറ മിസ് ഒന്ന് അവരെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ DHL പ്രോബ്ലം കഴിഞ്ഞല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എന്തോ താഹിറ മിസ്സിന് റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി നിങ്ങൾ തമ്മിൽ ഒന്ന് ഡിസ്കഷൻ നടത്തിയാൽ മതി കേട്ടോ. ധന്യ മിസ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കുട്ടിയുടെ പുരോഗതി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി. ഇടയ്ക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പാളിന്റെ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ സാബിറ മിസ്സിനെ കൂട്ടിയിട്ട് ആ കുട്ടിക്ക് ഒരു മീറ്റിംഗ് ഒക്കെ കൊടുത്ത് ഒന്നൊരു മോട്ടിവേഷൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്ത് അവർക്കൊരു മീറ്റിംഗ് അത്യാവശ്യമായിട്ട് കൊടുക്കണം. സാബിറ മിസ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്തോ, ഞാനും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. കുട്ടികളുമായി ധന്യ മിസ്സിനെ ഇരുത്തിയിട്ട് നമുക്ക് ആശംസാറിനെ കേട്ടിട്ട് നമുക്ക് സ്റ്റുഡൻസുമായിട്ട് ഒരു മീറ്റിംഗ് കൊടുക്കാം. എന്താ സാബിറ മിസ്സേ, ഓക്കെ അല്ലേ? നമുക്ക് ആ കുട്ടിക്ക് നല്ലൊരു പരീക്ഷയൊക്കെ അപ്പം നമ്മൾ വേണ്ടത്. ഇപ്പൊ ധന്യ മിസ് വളരെ നല്ല രീതിയിൽ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ സാബിറ മിസ് AIന്റെ ക്ലാസ് കൂടി എടുത്ത്, അല്ലെങ്കിൽ മറ്റേ പിന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് കൂടി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പരീക്ഷ നടത്തുന്നു. പരീക്ഷ നടത്തി പിന്നെ ഇന്റേൺഷിപ്പ് ഒരു ഭാഗത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാക്സിമം ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്കും വളരെ കുറച്ച് കുട്ടി എങ്ങനെയെങ്കിലും അവർക്ക് ജോലി സെറ്റ് ആക്കുന്നത്. അവർ ഏത് ജില്ലയിലും പോയി ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജോലി ഓൾറെഡി സെറ്റ് ആണ്. പക്ഷെ അവരിപ്പോ അങ്ങനെ ആയിരിക്കും, അവർക്ക് അവരുടെ നാട്ടിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിന് മറ്റു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നൈറ്റ് ഷിഫ്റ്റും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നവരാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. നല്ലൊരു കോൺവെക്കേഷൻ വെച്ചിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. ഓക്കെ, നിലവില് പിന്നെ WHRDന്റെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അണ്ടറിലാണ്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇഗ്നെറ്റിന്റെ ആണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇഗ്നെറ്റ് WHRD പുതിയ ബാച്ചിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇഗ്നെറ്റ് ആണ് ഏതും നമുക്ക് കൊടുക്കാൻ റെഡിയാണ്. WHRD ഓക്കെയാണ്, ഇഗ്നെറ്റിൽ സെയിം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാണ്. സെയിം വാല്യൂ ആണ്, സെയിം വാല്യൂ ആണ്. അപ്പൊ ഓക്കെ ആയിക്കോട്ടെ. കുട്ടികളായിട്ടുള്ള മീറ്റിംഗ് പെട്ടെന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്യാട്ടോ. നിങ്ങൾ ഷെഡ്യൂൾ ഞാൻ എന്നെ നോക്കണമെന്നില്ല, വെയിറ്റ് ചെയ്യണമെന്നില്ല. ധന്യ മിസ്, സാബിറ മിസ്, താഹിറ മിസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി കയറും. ഈവനിങ് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ. കാരണം എന്താ പറയാ, നെറ്റിന്റെ പ്രശ്നം വരില്ല. എനിക്ക് വീട്ടിലെത്തിയ വൈഫൈ താഹിറ മിസ് നോക്കിക്കോ, നെറ്റ് ആക്കിയിട്ട്. നൈറ്റ് തന്നെ വെക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ.